മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ കുട്ടിയാനയെ അവശനിലയിൽ കണ്ടെത്തി. അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കാട്ടാനക്കുട്ടിയുള്ളത്. വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യ പ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചു. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് പുൽമേട്ടിൽ കാട്ടാനക്കുട്ടിയെ അവശനിലയിൽ കണ്ടത്. ഇന്ന് ജനിച്ച കാട്ടാനക്കുട്ടിയായിരുന്നു ഇതെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായെന്നും കുട്ടിയാന അവശനിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ RRT സംഘത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു മോഴയാനയും അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു. ആനകൾ ഇവിടെ നിന്ന് മാറിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടിയെ അവശനിലയിലാണെന്ന് കണ്ടത്. നമുക്ക് രാവിലെ 5:30 ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്. ആദ്യം കിട്ടിയ വിവരം ഇവിടെ പ്രസവിച്ച് വീണ് കിടക്കുന്നുള്ള വിവരമാണ്. അപ്പോൾ തന്നെ നമ്മൾ RRT സംഘത്തെ, സ്പെഷ്യൽ RRT ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്നതിൻ്റെ മോണിറ്ററിങ്ങിനായിട്ട്. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ആന അടുത്ത് നിൽക്കുവാണ്ട് നമുക്ക് കൂടുതൽ അടുത്ത് പരിശോധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആന മാറിക്കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനക്കുട്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡോക്ടറെ, വെറ്റിനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം തുടർന്ന് നടപടി സ്വീകരിക്കും. എന്തെങ്കിലും രോഗമായിരിക്കും അത്തരത്തിൽ ഈ ഒരു അവശനിലയിൽ കിടക്കുന്നത്? അത് ഡോക്ടർ വന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. വെറ്റിനറി ഡോക്ടറെ എത്തിച്ച കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യ പ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.